നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നമ്മളുടെ അടുത്ത റെസിപ്പി സ്മോൾ റെസിപ്പിയാണ് ഇഞ്ചി തൈര്. സദ്യ വിഭവങ്ങൾ കുറേ റെസിപ്പീസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇഞ്ചി കറി ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു. വൺ ഓഫ് ദ അടുത്ത മെയിൻ റെസിപ്പിയാണ് നമ്മൾ സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇലയുടെ സൈഡിൽ വിളമ്പുന്ന ഇഞ്ചി തൈര്. ഇഞ്ചി തൈര് സാധാരണ ചില സ്റ്റേറ്റ്സിലോട്ടൊക്കെ നല്ല ഫേമസ് ആണ്, ചിലരൊക്കെ ഉണ്ടാക്കാറില്ല അധികം. അപ്പം നമുക്ക് ഓണം റെസിപ്പീസുകളിൽ ഇന്ന് ഞാനിടുന്ന അടുത്ത റെസിപ്പി ഇഞ്ചി തൈരാണ്. വളരെ ഈസി ആൻഡ് സിമ്പിൾ ആണ്. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് കോക്കനട്ട് പേസ്റ്റ് ഒന്നും യൂസ് ചെയ്യാത്ത സിമ്പിൾ ഇഞ്ചി തൈരാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ രണ്ട് കാര്യം ചെയ്യാം. കോക്കനട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി, കോക്കനട്ട് ആഡ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആയ ആൾക്കാർക്ക്, തേങ്ങ കഴിക്കാൻ പറ്റാത്ത കുറേ പേരുണ്ടാവും, സ്പെഷ്യലി കൊളസ്ട്രോൾ ഒക്കെ കൂടുതലുള്ളവര്. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒരു ഇഞ്ചി തൈരാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കട്ട തൈര്. നമ്മൾ ഇലയുടെയൊക്കെ സൈഡിൽ വിളമ്പുമ്പോൾ ഇതിങ്ങനെ എടുത്ത് വിളമ്പാൻ കഴിയണം. കണ്ടില്ലേ, ഇത് ഇപ്പം ശരിക്കും ഒരു ക്രീം പോലെ ഇരിക്കുന്ന കട്ട തൈരാണ്. കട്ട തൈര്, പുളിയുള്ള തൈര് വേണം നമുക്ക് ആവശ്യം. ഇഞ്ചി തൈര് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇച്ചിരി പുളിയുള്ള തൈരായിരിക്കണം കേട്ടോ. അപ്പം ലൂസായിട്ടിരിക്കുന്ന തൈര് എടുക്കരുത്, അപ്പൊ അത് മോരിനകത്ത് ഇഞ്ചി കലക്കിയ പോലെ ആയിപ്പോവും. ഇപ്പൊ ഇത് നോക്കിയേ, ഇതെടുത്താൽ ഇങ്ങനെ വെക്കാം. കണ്ടില്ലേ, ശരിക്കും കട്ടയ്ക്കിരിക്കല്ലേ. ഒരു 2 എരിവുള്ള പച്ചമുളക് കുഞ്ഞായിട്ട് കൊത്തിയരിഞ്ഞത്. നമ്മളുടെ ഇഞ്ചി എത്രയും കുഞ്ഞായിട്ട് കൊത്തിയരിയാമോ അത്രയും ചെറുതായിട്ട് കൊത്തിയരിക. കണ്ടില്ലേ, ഞാൻ വളരെ നൈസായിട്ട് കൊത്തിയരിയുന്നത്, ഒരു ചോപ്പറും വേണ്ട. ഇത് കൈ കൊണ്ട് തന്നെ കൊത്തി അരിഞ്ഞതാണ്. ഇത്ര നൈസായിട്ട് അരിയണം കേട്ടോ. പിന്നെ നമുക്ക് കടുക് വറക്കാനായിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ഈസി വേയിലുള്ള ഹെൽത്തി ഇഞ്ചി തൈര് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇഞ്ചി വറുത്തെടുക്കണം. അപ്പൊ ഇഞ്ചി വറുത്തെടുക്കാനായിട്ട് ഞാൻ ഒരുപാട് എണ്ണ യൂസ് ചെയ്യുന്നില്ല. സാധാരണ ഞാൻ എണ്ണ കുറച്ച് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന രീതിയല്ലാതെ വേറൊരു രീതിയുണ്ട് ഉണ്ടാക്കാൻ, തേങ്ങ അരച്ചുണ്ടാക്കുന്നത്. അതായത് ഈ ഇഞ്ചി വറക്കുന്നതിന് പകരം നമ്മൾ തേങ്ങയും ഒരല്പം ജീരകവും ഈ ഇഞ്ചിയും കൂടെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് അത് മിക്സ് ചെയ്യുകയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് തൈരിനകത്ത്. അപ്പം ഞാനിത് വറുത്തെടുക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക, ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ. നമ്മൾ ഇഞ്ചി കറി ഉണ്ടാക്കാൻ വറുത്തെടുത്തില്ലേ, നല്ല ക്രിസ്പി ആയിട്ട്. അപ്പം നമ്മൾ ആദ്യം ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം നല്ലതുപോലെ. അപ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അങ്ങ് വറക്കണ്ട. നമുക്ക് ഈ പച്ചമുളക് ഇഞ്ചിയുടെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം രണ്ടും കൂടെ ഒന്നിച്ച് വഴണ്ട് വന്നോളും. അപ്പം പച്ചമുളക് പച്ച കടിക്കത്തുമില്ല. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇഞ്ചി വറുത്ത് കോരിയതിന് ശേഷം നമ്മൾക്ക് പച്ചമുളക് വറുത്തെടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ടൈം സേവ് ആവും, ഗ്യാസ് സേവ് ആവും, രണ്ടും ഒരേ സമയം വറുത്തെടുക്കുകയും ചെയ്യാം. ഓക്കെ, അങ്ങ് ഒരുപാട് അങ്ങ് എന്താ പറയുന്നത്, ഡാർക്ക് ബ്രൗൺ ആക്കി ക്രിസ്പി ആക്കണ്ട കേട്ടോ. നല്ലതുപോലെ മൊരിഞ്ഞു, ഒരുവിധം ലൈറ്റ് ബ്രൗൺ ആയി ഫ്രൈ ആയിട്ടുണ്ട് നല്ലതുപോലെ. ഇനി ഇത് പച്ച ചുവയ്ക്കില്ല. അപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ആദ്യം നമുക്ക് ഈ ഇഞ്ചി വറുത്ത് കോരണം. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ വേണേലും എടുത്ത് തൈരിലോട്ട് ഇടാം, പക്ഷെ ഒന്ന് തണുത്തിട്ടിടുക. അതുകൊണ്ട് ഞാൻ ഒരു ബോളിലോട്ട് ഇതങ്ങ് വറുത്ത് കോരുവാണ് ആദ്യം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതിപ്പോ ഇങ്ങനെ ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ചൂടല്ലേ. അപ്പൊ ആ തൈരിൽ ചൂടോടെ അങ്ങ് ആഡ് ചെയ്യണ്ട, ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ആഡ് ചെയ്തോളൂ. അതൊന്ന് ചൂടൊന്ന് മാറിയിട്ട് കേട്ടോ. നമുക്ക് ഈ ഇഞ്ചി ഒരു ബോളിലോട്ട് വറുത്ത് കോരാം. ഞാനിതിൽ നിന്ന് കുറച്ച് എണ്ണ അങ്ങ് ഒരല്പം മാറ്റുകയാണ്. നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള എണ്ണ മതിയല്ലോ. നമ്മൾ എത്ര എണ്ണ എടുത്തോ അത്ര എണ്ണ ഇവിടെ ഉണ്ട്. 2 സ്പൂൺ എണ്ണയുണ്ട്. അത് വേണ്ട, നമുക്ക് അത്രയും വേണ്ട. നമുക്ക് ഈ 1 സ്പൂൺ എണ്ണ മതി കടുക് പൊട്ടിക്കാനായിട്ട്. തൈരിന് മുകളിൽ എണ്ണ തെളിഞ്ഞെടുക്കാം. അതെ, ഞാനൊരു കുഞ്ഞ് ടീസ്പൂണിന് 1 ടീസ്പൂൺ എണ്ണയെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ട് ഇരിക്കുകയാണ്. ഞാൻ ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുകയാണ് ശകലം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകിന്റെ കുരു അങ്ങ് എടുത്ത് കളയുക കേട്ടോ, അത് തൈരിന് മുകളിൽ തെളിഞ്ഞ് കിടക്കാതെ. പച്ചമുളക് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ ഇതിന്റെ സീഡ്സ് ഇല്ലേ വറ്റൽമുളകിന്റെ, അതങ്ങ് എടുത്ത് മാറ്റിയിട്ട് ആഡ് ചെയ്യുക കേട്ടോ.
കടുക് പൊട്ടി വരുന്നുണ്ട്. നമുക്ക് മുളകിട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്കിത് ഇതിലോട്ട് ഒഴിക്കാം, തൈരിലോട്ട്. ഞാൻ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് അതിലോട്ട് കേട്ടോ. ഇഞ്ചി നല്ല ക്രിസ്പി ആയിട്ട് കറി മുറാന്ന് വറുത്തെടുത്തു കേട്ടോ. കാരണം അത് എന്താ പറഞ്ഞേ, പച്ച കടിക്കുകയില്ല, കരിഞ്ഞിട്ടുമില്ല. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ തൈരിൽ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ ഒരല്പം ഉപ്പ് ആഡ് ചെയ്യുക. കൂടിപ്പോകരുത് ഉപ്പ്. നമുക്ക് പിന്നീട് വേണമെങ്കിൽ ആഡ് ചെയ്യാമല്ലോ. ഒന്ന് മിക്സ് ചെയ്യുക. ഇഞ്ചിയുടെ മണം നമുക്ക് അല്ലെങ്കിൽ കിട്ടും. ഇപ്പോൾ എണ്ണ നമ്മൾ ഇഞ്ചി വറുത്ത എണ്ണയല്ലേ നമ്മൾ കടുക് വറുത്തൊഴിക്കാൻ പോണത്, അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടും. അങ്ങനെ നമ്മളുടെ ഈസി ആൻഡ് സിമ്പിൾ ക്യുക്ക് 2 മിനിറ്റ് മതി കേട്ടോ. 2 മിനിറ്റ്സിലേക്ക് നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം. ആക്ച്വലി അടിപൊളി. നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ. അത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. അപ്പം ഒരുപാട് പുളി ഇല്ലാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണ്ട. നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ഒരു 1/2 ടീസ്പൂണെങ്കിലും ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതിന്. അത് ഭയങ്കര ടേസ്റ്റുമായിരിക്കും. ഒരു ഇച്ചിരി ലിറ്റിൽ ബിറ്റ് ഷുഗർ ആഡ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കി ഇതിന്റെ കൺസിസ്റ്റൻസി. ഇതിങ്ങനെ ഒഴിച്ചാൽ ആ ഒരു സൈഡ് ഇലയിൽ വെക്കുമ്പോൾ ആ ഒരു ഇലയുടെ സൈഡിൽ ഇരിക്കണം. ഇത് ലൂസല്ല, ഇങ്ങനെ ഇരിക്കണം തൈര്. അപ്പൊ നമുക്ക് ഇതിലോട്ട് ഒരു നുള്ളു പഞ്ചസാര ഒന്ന് ആഡ് ചെയ്യാം. ഞാനിവിടെ ടേസ്റ്റ് നോക്കി, ഉപ്പും എല്ലാം കറക്റ്റാണ്. ആ ഇഞ്ചിയുടെ മണം, ആഹാ, നല്ല രസമുണ്ട് ഈ ഇഞ്ചി തൈര്. ഞാൻ ഒരു നുള്ളു പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു നുള്ളു കേട്ടോ. ഈ കൈക്ക് 2 കൈയുടെ വിരലിനിടയ്ക്ക് ഒരു പിഞ്ച്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ നമ്മൾ ഈ കടുക് വറുത്തത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ ടേസ്റ്റി ഡെലീഷ്യസ് ഈസി പീസി 2 മിനിറ്റും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മളുടെ ഇഞ്ചി അരിയുന്ന സമയമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള നമ്മളുടെ ഇഞ്ചി തൈര് റെഡി ആയിട്ടുണ്ട്. അതും വളരെ ഹെൽത്തി ആയിട്ട് ആർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാവുന്ന ഇഞ്ചി തൈരാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരെല്ലാം ഇങ്ങനത്തെ ഇഞ്ചി തൈരാണ് സാധാരണ ഇപ്പം ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ ഈസി പീസി ആയിട്ടുള്ള ഇന്നത്തെ ഇഞ്ചി തൈര് അല്ലെങ്കിൽ തൈരിഞ്ചി ഇഷ്ടമായി എന്ന് കരുതുന്നു. സദ്യ സ്പെഷ്യൽ തൈരിഞ്ചി. Hey friends, hope everyone likes today's very easy and simple homemade Sadya special another recipe, Kerala's own favorite and special ginger curd. Thank you so much for watching. Keep watching, keep sharing, keep subscribing. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2 കാര്യം പറഞ്ഞു തന്നു, നിങ്ങൾക്ക് 2 രീതിയിലും ഉണ്ടാക്കാം. അപ്പോൾ തേങ്ങ അരച്ചുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വറക്കണ്ട, തേങ്ങയുടെ കൂടെ ജീരകത്തിന് കൂടെ അരച്ചാൽ മതി. തേങ്ങ അരക്കണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. അരക്കാതെ ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ വീഡിയോസ് എല്ലാം കാണുക. ഞാൻ കുറേ ഓണം റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം കാണാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ വ്യൂസും സബ്സ്ക്രിപ്ഷൻസുമാണ് ആവശ്യം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹേ ഫ്രണ്ട്സ്, ഹോപ്പ് എവറി വൺ ലൈക്സ് ടുഡേസ് വെരി ഈസി ആൻഡ് സിമ്പിൾ ജിഞ്ചർ കർഡ് റൈത്ത. നെക്സ്റ്റ് ഓണം റെസിപ്പിയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു. ഈറ്റ് ഹെൽതി, stay healthy. Thank you.